നമസ്കാരം. ഹാർട്ട് അറ്റാക്കിന് ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഫലപ്രദമായ, വളരെ ലളിതമായ ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഇതേക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് കാനഡയിൽ നടന്ന ഒരു സംഭവം വായിച്ച ശേഷമാണ്. പ്രശാന്ത് എന്ന പേരുള്ള ഒരു ഇന്ത്യക്കാരന് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹത്തെ കാനഡയിലെ ഒരു ആശുപത്രി കൊണ്ടുപോയി. എന്നാൽ അദ്ദേഹത്തിന് 8 മണിക്കൂർ അവിടെ കാത്തിരുന്നിട്ടും ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നത്. ആശുപത്രി അദ്ദേഹത്തിൻ്റെ ECG നോക്കിയിരുന്നു. ECGയിൽ കുഴപ്പമൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തോട് കാത്തിരിക്കാൻ പറഞ്ഞതെന്നും ഒരു വാർത്തയിലുണ്ട്. അപ്പോൾ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ആ വീട്ടുകാർക്ക് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ നമുക്ക് ആധുനിക കാലത്ത് യാതൊരു ഫസ്റ്റ് എയ്ഡും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ഒരു സാവകാശം കിട്ടുകയൊക്കെ ചെയ്താൽ ആ സമയം കൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ്. തീർച്ചയായിട്ടും ഒരാൾക്ക് ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ എത്രയും വേഗം അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കണം. എന്നാൽ എല്ലാ ആൾക്കാരുടെ സാഹചര്യം ഒരുപോലെയല്ല. ചില ആൾക്കാരുടെ വീട് ആശുപത്രിയുടെ തൊട്ടടുത്തായിരിക്കും, ചില ആൾക്കാർ താമസിക്കുന്ന 1 കിലോമീറ്റർ ദൂരെയായിരിക്കും, ചില ആൾക്കാർ 1 മണിക്കൂർ ദൂരെയായിരിക്കും. ചിലയിടത്ത് വാഹനം കയറി ചെല്ലുകയില്ല. ചിലയിടത്ത് നമ്മളൊരു വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ ആ വാഹനം വഴിയിൽ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി താമസിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റ് എത്ര കണ്ട് വൈകുന്നു അത്ര കണ്ട് അയാൾ അപകടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അയാൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സാധിച്ചാൽ, അത് കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമുണ്ട് ഈ മനുഷ്യൻ മരിച്ചു പോകില്ല എന്നുള്ളത്. ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്തു. കാരണം ഞാൻ അതിൽ പറയാൻ ചില കാര്യങ്ങൾ വിട്ടുപോയിരുന്നു. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വ്യക്തിക്ക്, നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹാർട്ട് അറ്റാക്കിന് ചില ലക്ഷണങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കഠിനമായ നെഞ്ചുവേദനയാണ്. കഠിനമായ നെഞ്ചുവേദന വന്നിട്ട് ആ വേദന ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. അതിൻ്റെ ഒപ്പം ശ്വാസമെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് കൈകാലുകൾ ഉയർത്താൻ പ്രയാസമുണ്ടാകും. ഒപ്പം തന്നെ ശരീരം വിയർക്കാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർക്ക് ഛർദ്ദിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ 3-4 അധികം ലക്ഷണങ്ങൾ നെഞ്ചുവേദനയുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചുവേദന തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ വക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് നമ്മൾ ഉറപ്പാക്കുന്നത്. ഒരാളെ കുഴഞ്ഞു വീണാൽ ഉടൻ അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ആരും കരുതരുത്. പല കാരണങ്ങൾ കൊണ്ട് കുഴഞ്ഞു വീഴാം. അനാരോഗ്യം കൊണ്ട് കുഴഞ്ഞു വീഴാം. BP ലോ ആയി കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴാം. ഷുഗർ ലോ ആയി കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴാം. തലകറക്കം മൂലം കുഴഞ്ഞു വീഴാം. വെർട്ടിഗോ മൂലം കുഴഞ്ഞു വീഴാം. പല കാരണങ്ങൾ കൊണ്ടും കുഴഞ്ഞു വീഴാം. വെള്ളം പിടിച്ച് പൂസായിട്ട് കുഴഞ്ഞു വീഴാം. അതെല്ലാം ഹാർട്ട് അറ്റാക്ക് മൂലം സംഭവിക്കുന്നില്ല. ഹാർട്ട് അറ്റാക്ക് മൂലം കുഴഞ്ഞു വീഴാം. അപ്പോൾ നമ്മൾ ആദ്യം ഉറപ്പാക്കേണ്ടത് ഈ വ്യക്തി ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളതാണ്. അതിന് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അയാൾക്കുണ്ടോ എന്ന് അയാൾ ചോദിക്കണം. പക്ഷേ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അയാളിൽ അതുണ്ടാക്കുന്ന പ്രശ്നം 2-3 രൂപത്തിലാവാം. ഒന്ന്, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ തന്നെ അയാൾ മരിച്ചു പോകും. അയാളെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അയാൾ മരിച്ച് വീണ് കഴിഞ്ഞിട്ട് പിന്നെ അയാളുടെ നെഞ്ചത്ത് ഇടിക്കുകയോ CPR കൊടുക്കുകയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ അയാൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഈ CPR കൊടുത്തത് കൊണ്ട് രക്ഷപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആശുപത്രിയിൽ CPR കൊടുത്തതാണ്, രക്ഷപ്പെട്ടില്ല. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വായിച്ചൊരു വാർത്തയാണ്. തമിഴ്നാട്ടിലെ മറ്റൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഡോക്ടർ റൗണ്ടിന് പോയപ്പോൾ ഇതേപോലെ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തു, CPR കൊടുത്തു. പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ CPR കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നില്ല. അതുകൊണ്ട് CPR കൊടുക്കണ്ട എന്നുള്ളതല്ല, കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് കൊടുക്കണം. ചിലപ്പോൾ അതുമൂലം അയാൾ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന അയാൾ സഡനായിട്ട് തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ ഫസ്റ്റ് എയ്ഡോ സെക്കൻഡ് എയ്ഡോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അവർ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീണിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല അയാൾക്ക് നെഞ്ചുവേദനയുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിംറ്റംസോ എല്ലാം വന്നോ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അയാളെ ബോധത്തിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമ്മൾ പച്ചമുളകോ കാന്താരിയോ ഉടച്ച്, നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് പച്ചമുളകും കാന്താരിയും. അത് ഉടച്ചിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വായ തുറന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ അടിയിലേക്ക്, കീഴ്ചുണ്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അതോടെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധം വരും. ഒരു 5-10 സെക്കൻഡ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബോധം കിട്ടും. അങ്ങനെ ബോധം കിട്ടുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ഒരു ഭിത്തിയിലേക്ക് ചാരിയിരുത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, കാരണം BP ലോ ആയതോ ഷുഗർ കുറഞ്ഞതോ ഒക്കെ ആവാം.
എന്നാൽ അദ്ദേഹം പറയുകയാണ് എനിക്ക് കഠിനമായ നെഞ്ചുവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. വേറെ ചില ആൾക്കാർ ഇതുപോലെ ബോധം കെട്ട് വീഴണമെന്നില്ല, അവർക്ക് ഈ പറഞ്ഞ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകും. അപ്പോൾ എന്ത് തന്നെയാലും ശരി, ഈ ബോധം കെട്ട് പോയാലാണെങ്കിൽ നമ്മൾ ബോധം അയാളുടെ തിരികെ കൊണ്ടുവന്നിട്ട് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച ശേഷം ഈ രണ്ട് കൂട്ടരെയും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പറ്റുമെങ്കിൽ ഇവരെ നിലത്ത് ഇരുത്തുക, നിലത്ത് ഒരു ഭിത്തിയോട് ചാരി ഇരുത്തിയിട്ട് ഇവരുടെ കാലുകൾ രണ്ടും മടക്കി കാൽമുട്ടുകൾ പരമാവധി നെഞ്ചിനോട് ചേർത്ത് വെക്കുക. അദ്ദേഹത്തിന് സ്വയം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ആ കാൽമുട്ടുകൾ നെഞ്ചോട് പരമാവധി ചേർത്ത് വെക്കുക. ഇങ്ങനെ വെക്കുന്നതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ 2 ഹൃദയങ്ങൾ അല്ലെങ്കിൽ 3 ഹൃദയങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഹൃദയം ഒറിജിനൽ ഹൃദയം, ബാക്കി 2 ഹൃദയങ്ങൾ നമ്മുടെ കാഫ് മസിൽസ് ആണ്. അതായത് നമ്മുടെ കണങ്കാലിൻ്റെ പിന്നിലുള്ള ആ മസിലുകൾ. ഈ 2 മസിലുകളും ഹൃദയത്തെ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 2 ഹൃദയങ്ങളും ഒറിജിനൽ ഹൃദയവുമായിട്ടുള്ള ഡിസ്റ്റൻസ് പരമാവധി കുറയ്ക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇദ്ദേഹത്തെ കാല് മടക്കി അങ്ങനെ ഇരുത്തുന്നത്. ഇങ്ങനെ ഇരുത്തിയ ശേഷം നമ്മൾ അദ്ദേഹത്തിന് ഇഞ്ചി തിന്നാൻ കൊടുക്കുക. ഇഞ്ചി എല്ലാ വീട്ടിലും കാണും, എല്ലാ വീട്ടിലും എപ്പോഴും കാണേണ്ട ഒരു വസ്തുവാണ് ഇഞ്ചി. പ്രത്യേകിച്ചും ഹൃദയാരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഇഞ്ചി. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ഇഞ്ചി കൊടുത്തിട്ട്, ഇഞ്ചി 2 or 3 ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ട് ഓരോരോ കഷ്ണവും ചവച്ച് അതിന് നീരിറക്കാൻ പറയണം. ചവച്ച് നീരിറക്കിയിട്ട് ചണ്ടി അദ്ദേഹത്തിന് തുപ്പിക്കളയാം. ഇങ്ങനെ അദ്ദേഹം ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും ഈ നീര് ഇറക്കുമ്പോൾ, ആ നീരിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചുവേദന കുറയാൻ തുടങ്ങും. ചില ആൾക്കാർക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ നെഞ്ചുവേദന പോകും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ 10 മിനിറ്റ് വേണ്ടി വന്നിരിക്കും, ചില ആൾക്കാർക്ക് 15 മിനിറ്റ്, ചില ആൾക്കാർക്ക് 20 മിനിറ്റ്. ഇയാളിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ശരീരം വിയർക്കുകയും ഇയാളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരികയും ഒക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇഞ്ചി അയാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇഞ്ചി എങ്ങനെയാണ് ഈ നെഞ്ചുവേദന മാറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഇഞ്ചി നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചി നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കും. നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ഞരമ്പുകളുടെ വികാസത്തിന് കാരണമായിട്ട് മാറും. നമ്മുടെ ഞരമ്പുകൾ വികസിച്ച്, അതായത് നമ്മുടെ ശരീരത്തിൽ ആകമാനമുള്ള ഞരമ്പുകൾ, ഇഞ്ചി നീര് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആകമാനമുള്ള ഞരമ്പുകൾ വികസിക്കുകയും ഏത് സ്ഥലത്താണോ ബ്ലോക്ക് ഉണ്ടായത് ആ ബ്ലോക്ക് അവിടെ നിന്നും നീങ്ങുകയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ വികസിക്കുമ്പോൾ രക്തം സുഗമമായിട്ട് ഓടിത്തുടങ്ങും, അതിൻ്റെ ഒപ്പം ആ ബ്ലോക്കും അവിടെ നിന്ന് നീങ്ങും. അങ്ങനെ ഈ മനുഷ്യൻ്റെ വേദന ഇല്ലാതാകും. ഒരു 15-20 മിനിറ്റ് നേരമാണ് ഇയാൾ ഇഞ്ചിനീര് ഇത്തരത്തിൽ ചവച്ചിറക്കേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ വേദന പോകുന്ന സമയം വരെ. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇയാളുടെ കാൽപാദങ്ങൾ രണ്ടും, ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന കാലുകളുടെ പാദങ്ങൾ രണ്ടും ഒരു 45-40 ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെക്കുക. ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ടബിലോ നമ്മൾ ഒരു 45 ഡിഗ്രി ചൂടുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ രണ്ടും അതിലേക്ക് മുക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേദന ഇല്ലാതാകും. വേദന ഇല്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയായിരുന്ന ബ്ലോക്ക്, ആ ബ്ലോക്ക് അവിടെ നിന്ന് മാറി ഞരമ്പ് വികസിച്ചു. അതിനുശേഷം നമ്മൾ ഇദ്ദേഹത്തെ ഒരു ആംബുലൻസ് വിളിച്ചോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിലോ ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമുണ്ട്, ഈ മനുഷ്യൻ മരിച്ചു പോകില്ല, ഇയാൾ മരണനില തരണം ചെയ്തു കഴിഞ്ഞു. പിന്നെ ആശുപത്രിയിൽ അദ്ദേഹത്തിന് എന്താണോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ആ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് നൽകുക. എന്നാൽ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തു കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയുമെങ്കിലും, ആൾക്കാരുടെ സാഹചര്യം അനുസരിച്ചാണ് അതിൻ്റെ സാധ്യത വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആശുപത്രിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അവിടെ എത്തിക്കാം, സമയമൊന്നും എടുക്കുന്നില്ല, 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് എത്തിക്കാം. എന്നാൽ ആശുപത്രി ദൂരെയാണ്, ഞാനീ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഡിലേസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരണമുണ്ടാവുകയില്ല. ഇപ്പോൾ ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് മരണം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. 8 മണിക്കൂർ അവരോട് കാത്തിരുന്നിട്ടും ആ വീട്ടുകാരൊന്നും ചെയ്തില്ല. എന്ത് ചെയ്യാനാണ്? അവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യാനുണ്ട്, ചെയ്യാൻ പറ്റും, അതിതാണ്. ഇത് നമ്മുടെ ഒരു അറിവായിട്ട് നിലനിൽക്കണം. ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകുന്നില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പാക്കാൻ ഇതിലൂടെ നിസ്സാരമായിട്ട് പറ്റും. ഇത് വളരെ ഫലപ്രദമായിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിരവധി ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഡോക്ടർ ബിശ്രൂപ് റോയ് ചൗധരി എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള പ്രകൃതി ചികിത്സകൻ, ആഗോള വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിരവധി മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാർ തന്നെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്ത് ഒരു വ്യക്തിയുടെ അപകടനില അല്ലെങ്കിൽ അയാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാനായിട്ട് ഇത്തരത്തിലുള്ള അറിവുകൾ ഒരു മുതൽക്കൂട്ടായിട്ട് സൂക്ഷിക്കണം, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. നിരവധി ആൾക്കാരാണ് ഓരോ ദിവസവും ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നത്. ഈ മരണങ്ങളിൽ പലതും ഇത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകളിലൂടെ നമുക്ക് തടയാൻ പറ്റുന്നതാണ് എന്നുള്ളത് ഒരു പച്ചയായ പരമാർത്ഥമാണ്. താങ്ക് യു.